Hi Makale, welcome to the very first session of our 15 days foundational course brought to you by Englify. ഇംഗ്ലീഷ് ബേസിക്സ് ഒട്ടും അറിയാത്ത കുട്ടികൾക്ക് അല്ലെങ്കിൽ എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെഷൻസും ടെക്സ്റ്റ് ബേസ്ഡ് ട്യൂഷൻസും ജൂൺ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇംഗ്ലീഷ് ബേസിക്സ് മൊത്തം സെറ്റ് ആക്കിയിട്ടേ നമ്മൾ ഇനി അടുത്ത അക്കാദമിക് ഇയറിലേക്ക് പോകുന്നുള്ളൂ. എല്ലാവരും റെഡി അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺഫ്യൂസിങ് ലെറ്റേഴ്സ് ആണ്. അതിനു മുമ്പ് എനിക്ക് മക്കളോട് പറയാനുള്ളത് ABCD ക്യാപിറ്റൽ ആൻഡ് സ്മോൾ ലെറ്റേഴ്സ് നന്നായി പഠിച്ചതിന് ശേഷം വേണം നിങ്ങൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ. എന്നാ പിന്നെ നമുക്ക് തുടങ്ങിയാലോ. J വേഴ്സസ് G ഒരുപോലെ തോന്നുമെങ്കിലും വേർഡ്സിൽ വരുമ്പോൾ ഈ ലെറ്റേഴ്സിന് ഡിഫറെന്റ് പ്രൊനൗൺസിയേഷൻസ് ആണ്. J jumps, G growls. You know what is growling? ആദ്യം നമുക്ക് J നോക്കാം. Look at these words. Jam and jug. Jump, jelly. നിങ്ങൾ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും J വരുന്ന വേർഡ്സ് J എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. J jumps. ഇനി നമ്മൾ Gയിലേക്ക് പോവാണ്. G does what? G growls. G സൗണ്ട് ആണ് മിക്ക വേർഡ്സിലും Gക്ക് വരുന്നത്. കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്, അത് നമുക്ക് പിന്നീട് നോക്കാം. Look at these words. Gum and gate. ഈ രണ്ട് വാക്കിലും G സൗണ്ട് ആണല്ലേ വന്നത്. ഇനി അടുത്ത വേർഡ് ശ്രദ്ധിക്കുകയാണെങ്കിൽ എക്സെപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വാക്ക് നോക്കിക്കേ, ഇതിൽ ആദ്യത്തെ ലെറ്റർ G ആണ്. ബട്ട് ഹൗ ഡു വി പ്രൊനൗൺസ് ഇറ്റ്? ജിറാഫ്. അങ്ങനെ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ നമ്മൾ G ആയിട്ട് തന്നെ പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത് ആലോചിച്ച് നിങ്ങൾ ഇപ്പൊ കൺഫ്യൂസ്ഡ് ആവണ്ട, പിന്നീട് നമ്മൾ അത് വിശദമായിട്ട് തന്നെ പഠിക്കും. ഇനി നിങ്ങൾക്കുള്ള ഒരു ടാസ്ക് ആണ് ഐഡന്റിഫൈ ദി വേർഡ്സ് ബൈ ലുക്കിംഗ് അറ്റ് ദീസ് പിക്ചേഴ്സ്. നിങ്ങൾക്ക് മനസ്സിലായോ ഇതിൽ ഏതൊക്കെ വാക്കുകളിലാണ് G വരുന്നത് അല്ലെങ്കിൽ J വരുന്നത്? നമുക്കൊന്ന് നോക്കിയാലോ. നെവർ ഫോർഗെറ്റ് J jumps and G growls. ഇത്തരത്തിൽ കൂടുതൽ വാക്കുകൾ കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ടെന്ന് നോക്കിയാലോ. നോട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാം. C വേഴ്സസ് K. സംഭവം കാണാൻ ഒരുപോലെയൊന്നും അല്ലെങ്കിലും വാ തുറന്നാൽ ഇവർ രണ്ടുപേരെയും നമുക്ക് മാറിപ്പോകും. രണ്ടുപേർക്കും K എന്നുള്ള സൗണ്ട് ആണ് മിക്കവാറും വരാറ്. എക്സാമ്പിൾസിലേക്ക് പോയാലോ. കാറ്റ്, കഫ്. കണ്ടില്ലേ, ഇവിടെ K സൗണ്ട് ആണ് വരുന്നത്. ഇനി K വേർഡ്സ് നോക്കിയാലോ. കീ, കിറ്റ്. കണ്ടില്ലേ, സൂക്ഷിച്ചില്ലെങ്കിൽ ഇവന്മാരെ നമുക്ക് മാറിപ്പോകും. ഇതിന്റെയൊക്കെ പുറകിൽ പല റൂൾസും ഉണ്ട്, അത് പിന്നീട് നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നതായിരിക്കും. ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം വേർഡ്സ് കണ്ടെത്തി അതിന്റെ സ്പെല്ലിംഗ്, പ്രൊനൗൺസിയേഷൻ ഒക്കെ പഠിക്കുക എന്നുള്ളതാണ്. ഇവിടെയുള്ള ബ്ലാങ്ക്സ് ഒന്ന് ഫില്ല് ചെയ്ത് നോക്കൂ. ഇനിയും ഇവന്മാരെ മാറിപ്പോകുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ആൻസേഴ്സ് ഞാൻ പെട്ടെന്നൊന്ന് പറയാം. കാറ്റ്, കീ, കപ്പ്, കിറ്റ്. അപ്പൊ ഏതിലൊക്കെയാണ് C വന്നിട്ടുള്ളത്? കാറ്റ് ആൻഡ് കപ്പ്. K വന്നതോ? കീ ആൻഡ് കിറ്റ്. ഇനി നമുക്ക് കുറച്ച് വേർഡ്സ് കൂടെ പരിചയപ്പെടാം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും ഈ വാക്കുകൾ മുഴുവൻ എഴുതി പഠിച്ചിട്ട് വേണം കേട്ടോ വരാൻ. C വേർഡ്സ് ആദ്യം നോക്കാം. ക്യാമറ, ക്യാരറ്റ്, കാൻഡിൽ, കുക്കി, കബേർഡ്. K വേർഡ്സ് കിച്ചൺ, കിച്ചൺ, കിങ്ഡം, കെറ്റിൽ, കീപ്പർ. ഒരുപാട് പുതിയ വേർഡ്സ് ഉണ്ടെന്ന് അറിയാം, പക്ഷേ നമുക്ക് ഉള്ള സമയം വളരെ ലിമിറ്റഡ് ആയതുകൊണ്ട് കൂട്ടുകാരും കൂടെ കുറച്ച് എഫേർട്ട് എടുത്തിട്ട് ഈ വാക്കുകളൊക്കെ പഠിക്കുമല്ലോ. എല്ലാത്തിന്റെയും മീനിങ് നിങ്ങൾ അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്കും പഠിച്ചു വരണം കേട്ടോ. ഇനി ഇന്നത്തെ ലാസ്റ്റ് പെയറിലേക്ക് പോവാം. I വേഴ്സസ് E. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു പെയർ ഓഫ് ലെറ്റേഴ്സ് ആണ്. എക്സാമ്പിൾസിലൂടെ നമുക്ക് നോക്കാം. Look at these pictures and identify the words. Which is the first one? Pin. Second, sit. What is this third cute thing? It is a pig. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെയാണ് I പ്രൊനൗൺസ് ചെയ്യുന്നത്? E. Pin, sit, pig. ആരെങ്കിലും ഇതിനെ പൈഗ് എന്ന് വായിക്കുമോ? അവിടെയാണ് പ്രൊനൗൺസിയേഷന്റെ ഇമ്പോർട്ടൻസ്. ഇനി ഈ വേർഡ്സ്. Look at these pictures and identify. Pen, bed, net. ഇവിടെ ഈ എങ്ങനെയാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്? A. Pen, bed, net. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇവരുടെ പ്രൊനൗൺസിയേഷനിലുള്ള ഡിഫറൻസ് എന്ന്. കൂടുതൽ ക്ലാരിറ്റിക്ക് വേണ്ടി കുറച്ചുകൂടെ വേർഡ്സ് പരിചയപ്പെട്ടാലോ. I വേർഡ്സ് നോക്കാം. Pin, sit, pig, fish, lid. ഈ വേർഡ്സ് pen, bed, net, red, elephant. ഇതിൽ ആദ്യമായിട്ട് കേൾക്കുന്ന വാക്കുകൾ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യാൻ മറക്കരുത്. ഇന്ന് നമ്മൾ പഠിച്ചത് 3 പെയർ ഓഫ് കൺഫ്യൂസിംഗ് ലെറ്റേഴ്സ് ആണ്. ഇതുപോലെ നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന വേറെ ഏതെങ്കിലും ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ.
ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. ബട്ട് ദിസ് ഇസ് നോട്ട് ദി എൻഡ്. നിങ്ങൾക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വർക്ക്ഷീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്കൊരു മെന്ററിംഗ് സപ്പോർട്ടും കൂടി ലഭിക്കും. ടെലഗ്രാം ചാനലിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഓക്കെ മക്കളെ, അപ്പൊ നാളെ നമുക്ക് ഇതിന്റെ ബാക്കി പഠിക്കാം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്ക് കമന്റ് ചെയ്യുക. മാക്സിമം കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യുക. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, subscribe our channel for more sessions.